നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് നേരിട്ട കൊടിയ വേദനകൾക്ക് പകരമായി സ്വർഗരാജ്യത്ത് നിങ്ങൾക്ക് വലിയ നിക്ഷേപം കാത്തിരിപ്പുണ്ട്. അഫ്ഗാന്റെ ക്രൂരമനസ് ഇന്നലെ കൊന്നൊടുക്കിയ 5 പേരുടെ മൃതദേഹങ്ങൾ കബറടക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉയർന്ന വാക്കുകൾ. അതിക്രൂരമായി 5 ആളുകളുടെ തലയടിച്ചു പൊട്ടിച്ച് അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഒടുവിൽ നമ്മൾ ആശ്വസിക്കുന്നു. അവർക്കുള്ള നിക്ഷേപം സ്വർഗത്തിലുണ്ടെന്ന്. 13 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ കുഞ്ഞനുജന്റെ തല ചുറ്റിക കൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ എങ്ങനെ മനസ്സ് വന്നു അഫ്ഗാന്? അവൻ്റെ ചിരി അത്രയധികം ഓമനത്വം തുളുമ്പുന്നതാണ്. അഫ്ഗാൻ നടത്തിയ 5 കൊലപാതകങ്ങൾ. എന്നാൽ ഒരു നാട് അമ്പരന്ന് നിൽക്കുന്നത് മറ്റു ചില കാര്യങ്ങളിലാണ്. എന്തുകൊണ്ടൊരു നിലവിളി പോലും പുറത്തു കേട്ടില്ല. കേരളത്തിൽ അപൂർവമായി മാത്രമാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ആളുകളെ കൊലപ്പെടുത്തുന്നത്. സാധാരണഗതിയിൽ വാളോ കത്തിയോ ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തുകയാണ് പതിവ്. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് അഫ്ഗാൻ ചുറ്റിക തിരഞ്ഞെടുത്തു? അഫ്ഗാൻ ഇതുവരെ ഉപയോഗിച്ച സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറുമൊക്കെ പോലീസ് പരിശോധിക്കുന്നു. ഗൂഗിളിൽ തിരഞ്ഞ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിലെ ശാസ്ത്രീയത ഒരുപക്ഷെ അവന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഒരു ശബ്ദം പോലും പുറത്തു കേൾപ്പിക്കാതെയാണ് അവൻ 5 കൊലപാതകങ്ങൾ നടത്തിയത്. അഫ്ഗാന് സുഹൃത്തുക്കൾ വിരളമാണ്. അതുകൊണ്ട് തന്നെ അവന് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവ ലഭിക്കാനുള്ള സാധ്യത നാട്ടുകാർ തള്ളിക്കളയുന്നു. പിതാവ് സാമ്പത്തിക പരാധീനതയിൽ നട്ടം തിരിയുമ്പോൾ മകൻ അത്യാഡംബരങ്ങളിലാണ് ജീവിച്ചത്. പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്നതിലും ബൈക്കിൽ കറങ്ങി നടക്കുന്നതിലുമായിരുന്നു അഫ്ഗാന് താല്പര്യം. എന്നാൽ ബൈക്കിൽ കുഞ്ഞനുജനെ ഒപ്പം ചേർത്തവൻ എപ്പോഴും നാട്ടിൽ ചുറ്റിക്കറങ്ങും. 7 വർഷമായി നാട്ടിൽ വരാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യത പിതാവ് അബ്ദുൾ റഹ്മാന്. എന്നാൽ ആഡംബര ജീവിതത്തിൽ അഫ്ഗാൻ ഒരു കുറവും വരുത്തിയില്ല. സൗദിയിൽ പോയി ബിസിനസ് ചെയ്ത വകയിൽ അവൻ 75 ലക്ഷം രൂപ കടമുണ്ട് എന്ന് പോലീസിനോട് അഫ്ഗാൻ പറയുന്നു. വെറും 6 മാസം മുൻപ് മാത്രമാണ് അഫ്ഗാൻ ഏറ്റവും ഒടുവിൽ ഉപയോഗിച്ചിരുന്ന ബൈക്ക് വാങ്ങിയത്. പകൽ സമയങ്ങളിൽ മിക്കവാറും വീട്ടിലിരിക്കും. രാത്രികാലങ്ങളിൽ അധികവും ബൈക്ക് യാത്രകൾ. അയൽക്കാരുമായുള്ള ബന്ധം ഒരു കൈവീശൽ മാത്രം. ബികോമിന് ചേർന്ന അഫ്ഗാൻ ഇടയ്ക്ക് പഠനം നിർത്തി. പിന്നാലെ ഗൾഫിലെത്തി ബിസിനസ്സിൽ പിതാവിനെ സഹായിക്കാൻ പദ്ധതിയിട്ടു. ബിസിനസ് തകർന്നതോടെ ആ വഴിയും അടഞ്ഞു. സ്വന്തമായി വരുമാനമാർഗങ്ങളില്ലാത്തതിന്റെ നിരാശ. കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫ്ഗാൻ 8 വർഷം മുൻപ് ഇത്തരമൊരു ശ്രമം അഫ്ഗാൻ നടത്തിയിരുന്നു. ആവശ്യപ്പെട്ട മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ. നമ്മൾ അമ്പരന്ന് പോകുന്ന ചില മൊഴികൾ. ഉമ്മ ഷെമി ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയാണ് കേരളത്തെ അത്രയധികം അമ്പരപ്പിക്കുന്നത്. താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന് അമ്മ ഷെമി ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. മകൻ തന്നോട് ചെയ്ത കൊടും ക്രൂരത, മാതൃവാത്സല്യം അത് മറച്ചു വയ്ക്കുന്നു. ഇവിടെയാണ് നമ്മൾ അമ്മ മനസ്സുകൾ തിരിച്ചറിയേണ്ടത്. ബോധം വന്ന ആ നിമിഷം മുതൽ ഷെമി തിരക്കുന്നത് ഇളയ മകൻ അഫ്സാനെ. അവൻ എവിടെ എന്നെല്ലാവരോടും ചോദിക്കുന്നു. കാണാൻ അടുത്തു ചെല്ലുന്ന ഉറ്റ ബന്ധുക്കളോട് ഷെമിക്കറിയേണ്ടത് ഇളയ മകൻ അഫ്സാനെ ഒന്ന് വിളിക്കാൻ അതുമാത്രം. എന്നാൽ ഇളയ മകൻ അഫ്സാനെ ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിലെ 5 പേരെ അഫ്ഗാൻ കൂട്ടക്കൊല ചെയ്തു എന്ന വിവരം ഇപ്പോഴും ഷെമി മനസ്സിലാക്കിയിട്ടില്ല. അഫ്സാൻ എന്തെങ്കിലും പറ്റിയോ എന്ന് കരഞ്ഞുകൊണ്ട് ഉറ്റ ബന്ധുക്കളോട് ഷെമി ചോദിക്കുന്നു. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് ഷെമി പറയുന്നു. ഷെമിയുടെ തലയ്ക്ക് പിന്നിൽ 13 സ്റ്റിച്ചുകളുണ്ട്. എന്നാൽ അഫ്ഗാനെ കുറിച്ച് അവർ അന്വേഷിക്കുന്നില്ല. അവനെ കാണണമെന്ന് പോലും പറയുന്നില്ല. തലയ്ക്ക് പിന്നിൽ 13 സ്റ്റിച്ചുകൾ. 2 കണ്ണുകൾക്കും താഴെ വളരെ ആഴത്തിലുള്ള മുറിവുകൾ. ക്രൂരമായി ഉമ്മ ഷെമി അഫ്ഗാൻ ആക്രമിച്ചിരുന്നു. സഹോദരന്റെ കൊടും ക്രൂരതയ്ക്കിരയായ 13കാരൻ അഫ്സാന്റെ അവസാന ദൃശ്യങ്ങളാണ് കേരളത്തെ നടുക്കിക്കളയുന്നത്. അഫ്സാൻ ഒരു ഓട്ടോറിക്ഷയിൽ കുഴിമന്തി കടയിൽ വന്നിറങ്ങുന്നതും കൗണ്ടറിൽ വന്ന് കുഴിമന്തി ഓർഡർ ചെയ്യുന്നതുമായ CCTV ദൃശ്യങ്ങൾ. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ അഫ്സാൻ അവൻ ഉമ്മയെ തിരക്കി. കരഞ്ഞുകൊണ്ട് അയൽക്കാരോടും അവൻ പറഞ്ഞു, സാധാരണ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മ മുറ്റത്തുണ്ടാകാറുണ്ട്. എന്നാൽ ഉമ്മയെ കാണാനില്ല. പെട്ടെന്ന് തന്നെ അഫ്ഗാൻ താഴത്തേക്ക് വന്നു. അഫ്സാനെ കൂട്ടി വീടിനകത്തേക്കൊന്ന് കയറി. പെട്ടെന്ന് പുറത്തിറങ്ങി അഫ്ഗാൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിപ്പിച്ചു വരുത്തി. കുഴിമന്തി വാങ്ങി വരാൻ അനുജനെ പറഞ്ഞു വിട്ടു. നീ കടയിലെത്തി കുഴിമന്തി ഓർഡർ ചെയ്ത് നിൽക്കുമ്പോൾ താൻ ബൈക്കുമായി വരാമെന്നാണ് അഫ്ഗാൻ അഫ്സാനോട് പറഞ്ഞത്. അഫ്സാന്റെ കരച്ചിൽ കേട്ട അയൽവാസി ഉമ്മയുടെ ഫോണിൽ വിളിച്ചു. ഫോണെടുത്തത് അഫ്ഗാനായിരുന്നു. ഈ സമയം അഫ്ഗാൻ വീടിന് പുറത്തേക്കിറങ്ങി. പിതാവ് വിദേശത്തായതുകൊണ്ട് അഫ്സാനെ ഒരു പിതാവിൻ്റെ കരുതലിലാണ് അഫ്ഗാൻ നോക്കിയിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. അനുജനെ അവൻ അത്രയധികം സ്നേഹിച്ചിരുന്നു. അഫ്സാന്റെ പഠനകാര്യങ്ങളിൽ ഉൾപ്പെടെ അഫ്ഗാൻ ഇടപെട്ടിരുന്നു. ഏറെ സ്നേഹിച്ചിരുന്ന കുഞ്ഞനുജനെ അവൻ എങ്ങനെ വധിക്കാൻ കഴിഞ്ഞു എന്ന സംശയമാണ് നാട്ടുകാർക്ക്. കുഴിമന്തിയുമായി വീട്ടിലെത്തിയ അഫ്സാൻ
ആഗ്രഹത്തോടെ കുഴിമന്തി കഴിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ തന്നെ അവനെ കൊന്നെറിഞ്ഞു ചേട്ടൻ. അവൻ ആഗ്രഹിച്ചു വാങ്ങിയ കുഴിമന്തി പോലും കഴിക്കാൻ അവനെ അനുവദിച്ചില്ല. തൽക്കാലത്തേക്ക് ഒരമണിക്കൂർ സമയം വേണമായിരുന്നു അഫാന്. അതിനിടയിൽ അവൻ തൻ്റെ കാമുകിയെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി ഒടുവിൽ അവളെ മൃഗീയമായി കൊന്നു. പതിവായി നടക്കുന്ന വഴിയിലൂടെ അഫ്സാൻ അവസാനമായി വരുന്നത് നാട്ടുകാർ കണ്ണീരോടെ ഇന്നലെ നോക്കി നിൽക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 5ഓടെയാണ് മൃതദേഹം പേരുമലയിലെത്തിച്ചത്. മണിക്കൂറുകൾക്ക് മുൻപേ നാട്ടുകാരും വീട്ടുകാരുമൊക്കെ ആ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ പൊതുദർശനത്തിനായി സൗകര്യവും ഏർപ്പെടുത്തി. സ്കൂൾ വിട്ടുവരുന്ന ചിരിച്ച അഫ്സാന്റെ മുഖമായിരുന്നു നാട്ടുകാരുടെയൊക്കെ മനസ്സിൽ. എല്ലാവർക്കും നേരെ കൈവീശി ചിരിച്ചുകൊണ്ട് അവൻ ആർത്തുല്ലസിച്ച് കടന്നു വരുന്ന നിമിഷങ്ങൾ. നിറപുഞ്ചിരിയോടെ പതിയെ സംസാരിക്കുന്ന അഫ്സാനെ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യം. മരിക്കുന്ന അന്നും ആ കുഞ്ഞിനെ കണ്ടിരുന്നു. പിന്നെ കേട്ടതൊന്നും ഓർക്കാൻ വയ്യ പ്രദേശവാസി പറയുന്നതിങ്ങനെ. ഞായറാഴ്ച വൈകിട്ടും അവൻ എൻ്റെ ബേക്കറി കടയിൽ വന്നു. നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് ബേക്കറി ഉടമ. ഉമ്മ വന്ന് പണം തന്നുകൊള്ളുമെന്ന് പറഞ്ഞ് അഫ്സാൻ ബേക്കറിയിൽ നിന്ന് ചില സാധനങ്ങൾ എടുത്ത് കഴിച്ചു. ബേക്കറി ഉടമ കണ്ണീരോടെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. പേരുമല ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് നിരവധി പേരാണ് അഫ്സാനെ കാണാൻ ഓടിയെത്തിയത്. അഫ്സാൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അധ്യാപകരെത്തി. അവരൊക്കെ പൊട്ടിക്കരയുകയാണ്. പരീക്ഷ കഴിഞ്ഞു മടങ്ങിയ ആ കുഞ്ഞിൻ്റെ നിശ്ചലമായ ശരീരം. മാമച്ചി മകനെ കൊണ്ടുവാ എന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്ന് കരയുന്ന ഉമ്മ ഷെമി. കുടുംബത്തിന് സംഭവിച്ച ആ വൻ ദുരന്തത്തെക്കുറിച്ച് ഇപ്പോഴും ഉമ്മയ്ക്കറിയില്ല. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഷെമിയുടെ മുഖം മുഴുവൻ നീരാണെന്ന് അമ്മാവൻ നാസുറുദ്ദീൻ പറയുന്നു. സംസാരിക്കുന്നതൊന്നും അത്ര വ്യക്തമല്ല. അഫ്സാനും അഫാനും കുഴപ്പമില്ല എന്ന് താൻ ഷെമിയോട് പറഞ്ഞു. ശരീരമാകെ നീരുവന്ന് തളർന്ന അവസ്ഥയിലാണ് ഷെമിയെ കണ്ടത്. ഷെമിയുടെ തലയ്ക്കകത്ത് രക്തം കട്ട പിടിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അതുകൊണ്ട് തന്നെ നില അതീവ ഗുരുതരമാണ്. നീർക്കെട്ടുണ്ട്. തലക്കേറ്റ മാരകമായ അടിയാണ് 5 പേരുടെയും മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക വിലയിരുത്തൽ. ചുറ്റിക കൊണ്ട് തലക്കേറ്റ അടിയിൽ 5 പേരുടെയും തലയോട്ടി തകർന്നിരുന്നു. എല്ലാവരുടെയും തലയിൽ നിരവധി ചതവുകൾ. ഒരു വട്ടമല്ല പലവട്ടം ചുറ്റിക കൊണ്ട് തലയ്ക്ക് തന്നെ അവൻ ആഞ്ഞടിച്ചു. കുഴിമന്തി വാങ്ങാൻ ഒന്നുമറിയാതെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്ന അഫ്സാന്റെ ചിത്രങ്ങൾ. അവൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ അവസാന യാത്രയാണിതെന്ന്. എന്നാൽ എല്ലാം കരുതിക്കൂട്ടി നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു അഫാൻ. ആ മനസ്സ് തന്നെയാണ് കേരളത്തെ ഇപ്പോൾ നടുക്കുന്നതും. ഈ കേസന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും വലിയ അമ്പരപ്പ്. മനുഷ്യ മനസ്സ് ഏതൊക്കെ തലങ്ങളിൽ അതിക്രൂരമായി നീചമായി നീങ്ങുന്നു എന്ന സംശയം. ആദ്യ 3 കൊലപാതകം നടത്തിയതിനു ശേഷം ക്ഷീണം മാറ്റാനായി ബാറിൽ കയറി മദ്യപിച്ചിരുന്നുവെന്ന് പോലീസിനോട് അഫാൻ സമ്മതിച്ചു. ബാറിലെ മദ്യപാനത്തിന് ശേഷം വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് 2 പേരെ. നിരവധി കൊലപാതക കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലും കുഴയ്ക്കുന്ന മൊഴിയാണിപ്പോൾ അഫാൻ നൽകുന്നത്. 5 പേരെ കൊലപ്പെടുത്തിയ അഫാന്റെ മനോനില. ചുരുക്കം ചില മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഉറ്റ ബന്ധുക്കളെ യാതൊരു കൂസലുമില്ലാതെ അവൻ കൊലപ്പെടുത്തി. ഇടയ്ക്ക് വീട്ടിൽ ചെന്ന് ഷർട്ടും ഉടുപ്പുമൊക്കെ മാറ്റി അവൻ കുളിച്ച് പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി വളരെ കൂളായി 6 പേരെ കൊന്നിട്ടാണ് താൻ വന്നത് എന്ന് പോലീസിനോട് പറയുന്നു. മണിക്കൂറുകളുടെ മാത്രം ഇടവേളകളിൽ ഉറ്റ ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും അതിനുശേഷം ഇടയ്ക്ക് ബാറിലെത്തി മദ്യപിക്കുകയും വീട്ടിലെത്തി വസ്ത്രം മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിയുടെ മനോനില അത് തങ്ങളെ അത്ഭുതപ്പെടുത്തി കളയുന്നുവെന്നാണ് പോലീസ് പോലും പറയുന്നത്. ഏറെ വ്യത്യസ്തമായ മനോനിലയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനുള്ളത്. തന്റെ പ്രവൃത്തിയിൽ യാതൊരുവിധ പശ്ചാത്താപവും അവനില്ല. തിങ്കളാഴ്ച രാവിലെ പേരുമല ആർച്ച് ജംഗ്ഷനിലെ സ്വന്തം വീട്ടിൽ വെച്ച് അമ്മ ഷെമിയെയാണ് അഫാൻ ആദ്യം തലക്കടിക്കുന്നത്. അമ്മ മരിച്ചുവെന്ന് കരുതി വീട് പൂട്ടി പല്ലറ പാങ്ങോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശി സൽമ ബീവിയുടെ അടുത്തേക്ക് പോയി. പേരുമലയിലെ അവൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ. അവിടെ എത്തി 7 മിനിറ്റിനുള്ളിൽ അവരെ കൊന്നു. കൊലപ്പെടുത്തി പുറത്തിറങ്ങി വെഞ്ഞാറമൂട് എത്തുമ്പോൾ പിതൃ സഹോദരന്റെ ഫോൺ കോൾ. പേരുമലയിലെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ പുല്ലമ്പാറ SN പുരത്ത് താമസിക്കുന്ന പിതൃ സഹോദരൻ ലത്തീഫിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ സജിത ബീവിയെയും പിന്നാലെ കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ക്ഷീണം തീർക്കാൻ പ്രതി വെഞ്ഞാറമൂട്ടിലെ ബാറിൽ കയറി മദ്യപിച്ചത്. സഹോദരൻ അഫ്സാൻ ഉച്ചവരെ സ്കൂളിൽ പരീക്ഷ എഴുതുന്നു. 3 മണിയോടെ സ്കൂളിൽ നിന്ന് എത്തി അവനെ കാത്ത് അഫാൻ വീട്ടിൽ നിൽക്കുന്നു. പിന്നീട് കുഴിമന്തി വാങ്ങാനായി അവനെ ഓട്ടോറിക്ഷയിൽ അയക്കുന്നു. ഇതിനിടെ മുക്കന്നൂർ പുതൂരിൽ താമസിക്കുന്ന സുഹൃത്ത് ഫർസാനിയുടെ വീട്ടിലെത്തി അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ കൂട്ടക്കൊലകൾ നടത്തുന്ന പ്രതികൾ എത്രയും വേഗം ഒളിവിൽ പോകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പോലീസിന് മുന്നിലെത്തി കീഴടങ്ങും.
എന്നാൽ ഇത്രയും നീണ്ട സമയമെടുത്ത് മനസ്സിൽ പദ്ധതിയിട്ട് കരുതിക്കൂട്ടി ആക്രമിച്ച് എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഇവിടെ അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ അവൻ്റെ മുഖത്തൊരു പരിഭ്രമവുമില്ല. ബന്ധുക്കളുടെ കൊലപാതകം നടത്തിയ രീതിയൊക്കെ അവൻ യാതൊരുവിധ സങ്കോചവുമില്ലാതെ പോലീസിനോട് വിവരിച്ചു. കൊലപാതക ശേഷം പരിചയക്കാരോട് സാധാരണ പോലെ ഇടപഴകി. ഇത് ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കൊലപാതകങ്ങൾക്കിടയിൽ അഫാൻ കൃത്യമായി ഇടവേളകളെടുത്തു. അഫാന്റെ വീട്ടിൽ നിന്നോ ഈ കൊല നടന്ന വീടുകളിൽ നിന്നോ ഒരു ശബ്ദം പോലും പുറത്തു കേട്ടില്ല. ഇതേ അഫാനെക്കുറിച്ച് നല്ലത് മാത്രമാണ് ഇപ്പോഴും നാട്ടുകാർ പറയുന്നത്. ഫർസാനയുടെ വീട്ടുകാർക്ക് പോലും അഫാനെക്കുറിച്ച് മറിച്ചൊരഭിപ്രായമില്ലായിരുന്നു. ഇരുവരും പ്രണയത്തിലാണ് എന്ന് ഫർസാനയുടെ വീട്ടുകാർക്കും അടുത്ത ബന്ധുക്കൾക്കും അറിയാം. ഫർസാനയെ വിവാഹം ചെയ്യാൻ ഉമ്മയും ഉറ്റ ബന്ധുക്കളുമൊക്കെ തടസ്സം നിന്നു. അതാണ് കൊലപാതകത്തിന് കാരണം എന്ന് സംശയിക്കുന്നവരുണ്ട്. അഫാന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അഫാൻ ലഹരി ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. പ്രതിയുടെ ഫോൺ രേഖകളടക്കം കൃത്യമായി പരിശോധിക്കുന്നുവെന്ന് പോലീസ് പറയുന്നു. കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലയുടെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.